ബാക്ക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു LP UP അറബിക് എക്സാം എഴുതി ആകെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ക്ഷീണം മാത്രമല്ല ഭയങ്കര നിരാശയുണ്ട് അല്ലെ. അതിന്റെ റിസൾട്ട് ഒക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കട്ട് ഓഫ് എത്രയാണ്, എപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു നിരാശയുണ്ട്. കാരണം LP അറബിക് പരീക്ഷ വേണ്ടത്ര ആളുകൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. കൂടുതൽ സാധ്യതയുള്ളതായിരുന്നു ഫുൾ ടൈം അറബിക് LP എന്ന് പറയുന്നത്. പക്ഷെ വേണ്ടത്ര നല്ല രൂപത്തിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. UP അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് LP അത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് സർ അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് എന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ സർ ഇനി ഞങ്ങൾക്ക് എഴുതിയാൽ കിട്ടും. കാരണം പല കുട്ടികളും പ്രിലിമിനറി അല്ലെങ്കിൽ അഫ്സലുമയൊക്കെ പാസ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇത്രയും വലിയ വലിയ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു നിരാശയുണ്ട്. അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, സിലബസ് പഠിക്കുക. സിലബസ് മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സിലബസ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സിലബസ് ഫോക്കസ് ചെയ്യണം, ഓഫ് കോഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. GK ഫോക്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു അസസ്മെന്റ് നടക്കുന്നുണ്ട്. പ്ലസ് ടൈം മാനേജ്മെന്റ്. ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ആയി ഫോളോ ചെയ്താൽ, കറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നേടാൻ പറ്റും. നിങ്ങൾ ഒരു നിരാശയും വിചാരിക്കേണ്ട. കാരണം ഈ പ്രിലിമിനറി അഫ്സലൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വിഷമം. വേണ്ടത്ര നല്ല രൂപത്തിൽ ഭാഷയെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ ഇനിയുള്ള ബാക്ക്ലോറുടെ കോഴ്സിൽ LP UP അറബിക്കിന്റെ കോഴ്സിൽ പറഞ്ഞതുപോലെ സിലബസ് അറബിക്, സിലബസ് GK പ്ലസ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലാംഗ്വേജ് സ്കില്ല് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും പ്രിലിമിനറി അഫ്സലൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രൂപത്തിൽ ബേസിക് മുതൽ അവർക്ക് ഈ സെന്റൻസ് പഠിപ്പിച്ച് കൊടുക്കുക. എക്സാം ഓറിയന്റഡ് ആയിട്ട്, അല്ലാണ്ട് ഒരു ഭാഷയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവഗാഹം നേടിയെടുക്കുക എന്നല്ല. അത് നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഭാഷയിൽ. പക്ഷേ നമുക്കൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ലാംഗ്വേജിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. LAT എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടി ഈ സിലബസിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു കോഴ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതും കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു LP നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ PSCയുടെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കും. മുമ്പായിരുന്നെങ്കിൽ ഒരു ലിസ്റ്റ് തീർന്ന് പിന്നെയും ഒരു വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, PSC വിളിക്കുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിലവിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോ ഈ അടുത്ത് വിളിച്ച മലപ്പുറം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ലിസ്റ്റ് ഉള്ളപ്പോൾ തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. അപ്പോ ഒരു ലിസ്റ്റ് നമ്മൾ വന്നിട്ട് 3 വർഷം എന്നുള്ള കാലാവധി, അത് 2 വർഷമൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിലവിൽ ഇപ്പൊ മലപ്പുറത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ ലിസ്റ്റ് കഴിയുന്നേക്കാൾ മുമ്പാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഒരു 1 ഇയർ ഉണ്ട് അല്ലെ. ആ സമയത്താണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇതേപോലെ തന്നെ എന്താണ്, ഇനിയിപ്പോ ലിസ്റ്റ് നിലവിലുണ്ട്, ഒരു 1 ഇയർ കൂടി അടുത്തുള്ളൂ തീരാൻ. അങ്ങനെയുള്ള കുറച്ച് ജില്ലകളുണ്ട്. സോ അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനകത്ത് ഒന്നാമത്തത് എറണാകുളമാണ്. എറണാകുളം 2024 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അല്ലെ. 25/4/2024 വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 25, 26, 27 കൂടി അവസാനിക്കുന്ന ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റ് നോക്കുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, 2 വർഷം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതിന്റെ നമുക്കൊരു എന്ത് ചെയ്യാം, അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൃശ്ശൂർ, ഇതും 2024 തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളതാണ്. റാങ്ക് ലിസ്റ്റ് ഇപ്പോ ഓൺഗോയിങ് ആണ്. അതുപോലെ തന്നെ കോഴിക്കോടും 2/5/2024 എന്ത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പൊ 2025-26 ആകുമ്പോൾ തന്നെ 2 വർഷമായി ഈ പറയുന്ന ലിസ്റ്റ് ഒക്കെ. പിന്നെ പ്രതീക്ഷിക്കുന്ന അടുത്തൊരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡാണ്. അതും ഈ പറഞ്ഞതുപോലെ 3/8/2024 ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നിലവിൽ ഫുൾ ടൈം LPയുടെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ പാർട്ട് ടൈമിൽ എടുത്ത് നോക്കുമ്പോഴും UPയുടെ എടുത്ത് നോക്കുമ്പോഴും ഏകദേശം ഒരു 2 ഇയർ ഒക്കെ ആയിട്ടുള്ള ലിസ്റ്റ് ആണെങ്കിൽ, ഈ മുൻകഴിഞ്ഞ PSCയുടെ നടപടി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ എന്താണ്, അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. ഓക്കെ, ആ കഴിഞ്ഞ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ലിസ്റ്റ് കഴിഞ്ഞിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ലിസ്റ്റ് വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല.
അപ്പൊ ഇത് ഈ ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും പുതിയ ലിസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു കാലയളവിനുള്ളിൽ പുതിയൊരു ലിസ്റ്റ് എന്ത് ചെയ്യും, അവിടെ വരുന്നതായിരിക്കും. പിന്നെ വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും അവിടെ നിയമനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതേപോലെ ഇത് ഫുൾ ടൈമിന്റെ മാത്രം എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ പാർട്ട് ടൈം LP ഉണ്ടാകും, പാർട്ട് ടൈം UP ഉണ്ടാകും, എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം UP ഉണ്ടാകും. അപ്പോ ഇനി ആ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരുന്നേക്കാൾ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ, ഇനി വരട്ടെ, വന്നിട്ട് സ്റ്റഡി തുടങ്ങാം, ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ഫുൾ ടൈം ഇരുന്ന് 24 മണിക്കൂർ ഒന്ന് പഠിക്കാൻ സാധിക്കില്ലല്ലോ. നോട്ടിഫിക്കേഷൻ വന്നാലും പരീക്ഷ ഡേറ്റ് വന്നാലും സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് ആണ് ഒരു ദിവസം കാണുന്നതെങ്കിൽ അത് നേരത്തെ തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സിലബസ് നമ്മുടെ മുമ്പിൽ ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. കുറഞ്ഞത് ഒരു 5 പ്രാവശ്യമെങ്കിലും റിവിഷൻ നടക്കണം. 5 പ്രാവശ്യമെങ്കിലും റിവിഷൻ നടക്കണം എങ്കിൽ ഈ പറഞ്ഞതുപോലെ നോട്ടും കാര്യങ്ങളും നേരത്തെ കണ്ടു തീർക്കണം. 1. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭാഷയിൽ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന പാരഗ്രാഫ് ടൈപ്പിലുള്ള ഒരു ഇത് തന്നിട്ട് അതിന്റെ ആശയം താഴെ ചോദിക്കുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുക്കിയിട്ടുള്ളത്. പദ്യത്തിന്റെയും അങ്ങനെ തന്നെ. പക്ഷെ ഇതൊന്ന് വായിച്ചു നോക്കാൻ എന്താണ്, ചിലന്റെ അർത്ഥം കിട്ടുന്നില്ല, മനസ്സിലാക്കുന്നില്ല, സമയം കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. സോ അതിന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങണം. അതിന്റെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് കുറെ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ അറബിയുടെ പാരഗ്രാഫ് ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരു പരിശീലനം നമ്മൾ നേരത്തെ തന്നെ ആർജിച്ചെടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ LATയുടെ ക്ലാസ്, ലാംഗ്വേജ് അക്വിസിഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് അറബി ഭാഷയിൽ ഏത് കണ്ടാലും വായിക്കുക, ആ ഒരു സ്കില്ലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഒരാളും പറയണ്ട. ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒരു പാരഗ്രാഫ് വന്നാലും അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ, ഓക്കെ ഇതാണ് ഇതായിരിക്കും ഇതിന്റെ ആശയം, അല്ലെങ്കിൽ ഇതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കോച്ചിങ് ആണ് ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അത് കൂടുതൽ പ്രാക്ടീസിലൂടെ തന്നെയാണ് നമ്മൾ അത് പരിശീലിച്ചു പോകുന്നത്. ബേസിക് ആയിട്ട് സംഭവം മനസ്സിലാക്കിയ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ അത് മനസ്സിലാക്കി പോകേണ്ടത്. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സിലബസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതും ലഭിക്കും. ഇനി അത് മാത്രമല്ല, അത് മാത്രം മതി, ആ ഒരു ലാംഗ്വേജിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ആ ക്ലാസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റും. ഒരു നിരാശയും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പ്രിലിമിനറി ആണല്ലോ, ഞാൻ 2 വർഷമല്ലേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ 3 വർഷമല്ലേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ അഫ്ളൽ മാത്രമാണ്, ഇങ്ങനത്തെ നിരാശകളൊന്നും വേണ്ട. നിങ്ങളൊന്ന് മനസ്സ് വെക്കുകയും പ്ലസ് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് സർവീസിൽ എത്താൻ സാധിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ അപ്ഡേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.